ഈ പെട്ടെന്ന് സങ്കടം വരുന്നവരും പെട്ടെന്ന് ദുർബല ഹൃദയമുള്ളവരും ഒന്നും ഇത് കാണരുത് എന്നുള്ളതാണ്. കാരണം നമ്മളിത് കേട്ടോണ്ടിരിക്കാൻ നമുക്കിത് പറ്റില്ല ഈ വാർത്ത എന്നുള്ളതാണ്. അത്തരം ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങളിത് കേൾക്കാൻ ശ്രമിക്കണ്ട. കാരണം നിങ്ങൾക്കിത് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ ഹമാസ് അല്ല ഇസ്രായേൽ കുറെ ആളുകളെ ഗസയിൽ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 18,000 പേരുടെ പേരൊക്കെ വായിച്ച കുറെ സാംസ്കാരിക നായകരുടെയും നായികമാരുടെയും ഒക്കെ പേരുകൾ നമുക്കറിയാം. പല ഇടതുപക്ഷ ചിന്താഗതിയുള്ള പലർക്കും. ഇത് 3,24,000 കുട്ടികൾ, അതും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊലപ്പെടുത്തിയ മുസ്ലിം ഭീകരവാദികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നൈജീരിയയിലാണ് ഈ സംഭവം. അത് അവിടെ വേട്ടക്കാരൻ മുസ്ലിമും ഇര ക്രിസ്ത്യാനികളുമായതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടില്ല. ഇവിടെ തലയിൽ ഷോൾ ഇട്ട് അവരുടെ പേര് വായിക്കില്ല, അവർക്ക് വേണ്ടി കണ്ണീരൊലിപ്പിക്കില്ല, അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം ഉണ്ടാകില്ല, അവർക്ക് വേണ്ടി നിലവിളികൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇതൊന്നും ഉണ്ടാകില്ല, അവർക്ക് വേണ്ടി ചാനൽ ചർച്ചകൾ ഉണ്ടാകില്ല. കാരണം അവരൊക്കെ ക്രിസ്ത്യൻ കുട്ടികളാണ്. മരണപ്പെടുമ്പോൾ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന കുട്ടികളെ കുറിച്ച് ഓർക്കുമ്പോൾ സത്യത്തിൽ സങ്കടം സഹിക്കാൻ വയ്യ. ഈ മുസ്ലിം മത ഭീകരവാദികളെ കൂട്ടത്തോടെ കൊല്ലുന്ന ഒരു നാൾ ഉണ്ടാകും. അത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്താണ് നൈജീരിയയിൽ സംഭവിക്കുന്നത്? ഹമാസ് എന്നും ഒന്നുമല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ക്രൂരകൃത്യങ്ങളാണ് അവിടുത്തെ ഹമാസ് അല്ലെങ്കിൽ ബോക്കോ ഹറാം എന്ന് പറയുന്ന നൈജീരിയയിലെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ചെയ്തു കൂട്ടുന്നത്. 2002 ഈ ബോക്കോ ഹറാം തുടങ്ങിയത്. 2009 സജീവമാവാൻ തുടങ്ങിയത് ബോക്കോ ഹറാം. മുഹമ്മദ് യൂസഫാണ് ഇതിന്റെ സ്ഥാപകൻ, ബോക്കോ ഹറാമിന്റെ സ്ഥാപകൻ. ഇദ്ദേഹം ഒരു മത അധ്യാപകനാണ്. മതവെറി പൂണ്ട് ജിഹാദിയായി ഇസ്ലാമിക മതമൗലികവാദിയായി മാറിയ ഒരാൾ. ഈ ബോക്കോ എന്ന് പറയുന്നത് ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം എന്നുള്ളതാണ്. അതായത് ഈ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ ബേസിക്കലി എല്ലാം. അതായത് സ്ത്രീയും പുരുഷനും സമത്വം വേണം, സ്ത്രീയും പുരുഷനും ഇടകലർന്ന് പെരുമാറണം, സമൂഹത്തിൽ ഇടകലർന്നാണ് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ വസ്ത്രധാരണം, ഇങ്ങനെയുള്ള പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എതിർക്കുന്നതാണ് ഈ ബോക്കോ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോക്കോ അതാണ് പാശ്ചാത്യ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ എതിർക്കുക, അതായത് ബോക്കോ ഹറാം എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അതിനെതിരെയുള്ള ഒരിതാണ്. അതായത് ഇസ്രായേലിൽ അവർ പറയുന്നുണ്ട്, ഇസ്രായേൽ പാശ്ചാത്യ അതിശക്തിയാണ്. അവിടെ ഇവൻ എന്തിനാണ് ഇവിടെ? അവരുടെ ചോദ്യം അതാണല്ലോ. നമ്മൾ അറബി കൂട്ടങ്ങൾക്കിടയിൽ ഇവൻ എന്തിനാണ് ഇവിടെ? പാശ്ചാത്യ സ്വാധീനം ഇവിടെ കൊണ്ടുവരുന്നത് ഇവനാണ്, ഇവനെ ഇല്ലാതാക്കണം. കാരണം അവിടെ ഇത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നതാണ്. ക്രിസ്ത്യാനിറ്റി ആണല്ലോ എപ്പോഴും പാശ്ചാത്യ സ്വാധീനം കൊണ്ടുവരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അടിസ്ഥാനമായിട്ടുള്ള ഇവരുടെ ഒരു മോട്ടോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാനിലെ കാലഹരണപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുക, അത് അവിടുത്തെ നിയമമാക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇത് കേരളത്തിൽ ഇതിന്റെ പാരലൽസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. 10ാം ക്ലാസ് വിദ്യാർത്ഥിനെ അവാർഡ് വാങ്ങിക്കാൻ വേദിയിലേക്ക് പ്രവേശിപ്പിക്കാതെ സമസ്ത മത അധ്യക്ഷനെയും, പിന്നെ സ്ത്രീ പ്രസവിക്കാൻ കിടക്കുമ്പോൾ പോലും ഭർത്താവ് ലൈംഗിക വീഴ്ചയ്ക്ക് ആവശ്യപ്പെട്ടാൽ അതിന് സമ്മതിക്കണമെന്ന് പറയുന്ന ഉസ്താദുമാരും, ഇങ്ങനെയുള്ള അമ്മയും പെങ്ങളെയും ഭോഗിക്കാമെന്ന് പറയുന്ന ചില ജ്യൂസ് കുടിക്കരുത്, കാരണം ജ്യൂസ് എന്ന് പറഞ്ഞാൽ മറ്റേ ജൂതന്മാരാണ്, ജ്യൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചില മണ്ടൻ ഇതിന്റെയൊക്കെ തന്നെ വേറൊരു വെർഷനാണ് വഹാബിസം, സലഫിസം എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഇവിടെ എന്ന് നോക്കുന്നത്. അപ്പൊ ഇതില് ഈ സമരം തുടങ്ങുന്നത് സർക്കാരിനെതിരെയാണ്. അതായത് 2 ലക്ഷ്യത്തോടെയാണ്. പലസ്തീനിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം അല്ലേ അവരുടെ ആവശ്യം. ഇവിടെ ഇവർക്ക് ശരിയ നിയമം നടപ്പിലാക്കണം, ശരീഅത്ത് നിയമത്തിൽ നടപ്പിലാക്കണം. അത് മാത്രമല്ല അവിശ്വാസികൾ വർദ്ധിക്കുന്നുണ്ട്, അത് തടയണം. ഇതാണ് ഇവരുടെ ആവശ്യം. അപ്പോൾ അവിശ്വാസികൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളും പിന്നെ അവിടെയുള്ള മറ്റു ചില ഗോത്രവർഗ്ഗക്കാരും. ക്രിസ്ത്യാനികൾ അവിശ്വാസികളാണ്, എവരെങ്കിലും വിശ്വസിച്ചാലും വിശ്വാസികളാവും. അത് അവിശ്വാസികളാണ്. ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരെല്ലാം ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ച് അവിശ്വാസികളാണ്. പിന്നെ നൈജീരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ആഫ്രിക്കൻ രാജ്യമാണ്. അവിടുത്തെ ഒരു പോപ്പുലേഷൻ, ജനസംഖ്യ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, അതായത് അത് അനുനിമിഷം വർദ്ധിക്കുന്ന ഒരു ജനസംഖ്യയാണ്. അനുനിമിഷം വർദ്ധിക്കുന്നത് ഞാൻ പറയുമ്പോൾ ആലങ്കാരികമായിട്ടല്ല. ഇപ്പൊ സമയം എത്ര മണിയാണ്? ഒരു 12:53 ആണെന്നുണ്ടെങ്കിൽ 12:57 നോക്കിക്കഴിഞ്ഞാൽ ജനസംഖ്യ ക്രമാതീതമായ അവിടെ കൃത്യമായ ഒരു കയറ്റം ഉണ്ടായിരിക്കും. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് പ്രത്യുൽപാദന നിരക്കെന്ന് പറയുന്നത് 5.7, 6.4 ആണെന്ന് ചില കണക്കുകളും പറയുന്നത്. ഇതിന്റെ ഒരു വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയിലെ പ്രത്യുൽപാദന നിരക്ക്, ഇന്ത്യയാണല്ലോ ഏറ്റവും ജനസംഖ്യ ഉള്ളത്, 2.1 ഉള്ളൂ ഇന്ത്യയിൽ. കേരളത്തിൽ പല സംസ്ഥാനങ്ങളിലും 1.6 ഉള്ളൂ. അപ്പൊ അതാണ് ഇവിടുത്തെ പോക്കെന്നുള്ള മനസ്സിലാക്കണം. അപ്പൊ മീറ്ററിൽ 5-6 എന്നുള്ള രീതിയിൽ അടിച്ചു കയറുകയാണ് അവിടുത്തെ ജനസാന്ദ്രത. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 50 ഇപ്പൊ അവിടുത്തെ ഒരു പോപ്പുലേഷൻ ഒക്കെ 50-50 മുസ്ലിമും ക്രിസ്ത്യാനിയും ആണെന്നാണ് പറയുന്നത്.
പക്ഷേ ലേറ്റസ്റ്റ് കണക്കുകൾ പറയുന്ന 53% മുസ്ലിം, 47% ക്രിസ്ത്യൻസ് ഉണ്ടെന്ന് പറയുന്നു. ബാക്കി വേറെ ഇതിനകത്ത് പറയുന്നു നേരെ തിരിച്ചാണെന്ന് പറയുന്നു. എങ്ങനെ നോക്കിയാലും അവിടെ ഈ റിലീജിയസ് ആയിട്ടുള്ള രീതിയിൽ സെൻസസ് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ അറിയാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കണക്ക് വരുന്നത്. 50-50 നമുക്ക് പറയാം. എന്തായാലും ഈ ബാക്കി പല ഗോത്രവർഗ്ഗങ്ങളും അവിടെയുണ്ട്. ഈ ഗോത്രവർഗ്ഗം എന്ന് പറയുമ്പോൾ പാഗൻസ് എന്നവർ പറയുന്നത്, അതായത് ഈ വിഗ്രഹാരാധന അല്ലെങ്കിൽ പ്രകൃതി ആരാധന ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഗോത്രവർഗ്ഗക്കാർ. അപ്പൊ ഇത്രയും ഈ ഗോത്രവർഗ്ഗക്കാരെയൊക്കെ ഇവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര്? ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്തിൽ എവിടെയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ്. അത് നമ്മൾ വീണ്ടും ഞെട്ടിക്കുന്ന ഒരു കാര്യം. അതായത് നൈജീരിയ നമ്മളെ സംബന്ധിച്ച് ഒറ്റ രാജ്യമാണ്, പക്ഷെ ഇത് 2 രാജ്യമാണ്. ഇന്ത്യ പാകിസ്ഥാൻ പോലെ 2 രാജ്യമായിട്ട് ഇതിനകത്ത് വിഭജിച്ച് കിടക്കുകയാണ്. എങ്ങനെ? ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെ. തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ആരുള്ളത്? ക്രിസ്ത്യൻസ് ഉള്ളത്. വടക്ക് കിഴക്കിലാണ് മുസ്ലിംസ് ഉള്ളത്. ഇങ്ങനെ 2 ഭാഗത്തായിട്ട് മുസ്ലിംസ് കിടക്കുന്നു. ഇതിനിടയ്ക്ക് കുറച്ച് പ്രദേശം മിക്സഡ് ആയിട്ട് കിടപ്പുണ്ട്. അവിടെയാണ് ഈ പറയുന്ന ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ആൾക്കാരും പിന്നെ കുറച്ച് ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഇടകലർന്ന് ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ രാജ്യത്ത് ഒരു ജാതി മത റെപ്രസെൻറ്റേഷൻ രാഷ്ട്രീയത്തിൽ വേണമെന്ന് നിർബന്ധമില്ല. അതായത് ഒരു അങ്ങനെ ഒരു ഭരണഘടനയല്ല. അതായത് പാർലമെന്റിൽ ഒരു ജാതി മത റെപ്രസെൻറ്റേഷൻ കൃത്യമായിട്ട് ദളിതായിരിക്കണം. നമ്മളിവിടെ പറയുന്നത് ദളിതിന് ഇത്ര റെപ്രസെൻറ്റേഷൻ വേണം എന്ന് പറയുന്ന പോലെ അവിടെ അങ്ങനെ റെപ്രസെൻറ്റേഷൻ ഉള്ള രാജ്യം. ലെബനനിലൊക്കെ എന്ന് പറഞ്ഞാൽ സുന്നി ആയിരിക്കണം പ്രസിഡന്റ്, ഷിയ ആയിരിക്കണം പ്രൈം മിനിസ്റ്റർ, അങ്ങനെ ഒരു രീതിയിൽ ക്രിസ്ത്യൻ ആയിരിക്കണം, അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ അതിവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇല്ലാത്തപ്പോഴും ഇവിടെ ഈ നമ്മൾ കേരളത്തിൽ LDF UDF മാറി വരുന്നത് പോലെ അവിടെ ഒരു ക്രിസ്ത്യൻ പ്രസിഡന്റ്, അത് കഴിഞ്ഞ ഉടനെ മുസ്ലിം പ്രസിഡന്റ്, പിന്നെ അടുത്തത് ക്രിസ്ത്യൻ പ്രസിഡന്റ്, പിന്നെ മുസ്ലിം പ്രസിഡന്റ്, ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ചിലപ്പോൾ ഒരു മുസ്ലിം പ്രസിഡന്റ് ആണെങ്കിലും വൈസ് പ്രസിഡന്റ് ആരായിരിക്കും? ക്രിസ്ത്യാനി ആയിരിക്കും. നേരെ തിരിച്ച് സംഭവിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം പ്രസിഡന്റിന് ശേഷം അടുത്ത ആരാ വരേണ്ടത്? ക്രിസ്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ വന്നത് മുസ്ലിം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് മുസ്ലിം പ്രസിഡന്റ്. അങ്ങനെ ആദ്യമായിട്ട് സംഭവിച്ചു. അങ്ങനെ അവിടെ തകിടം മറിയുകയാണ്. നിലവിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മുസ്ലിം ആവുന്നതോടെ അവിടെ ഈ അയൽ രാജ്യങ്ങളിലേക്ക് പോലും, അയൽ രാജ്യങ്ങൾ നൈഗർ പിന്നെ ഷാഡ്, കാമറോൺ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ പോലും ഈ ബോക്കോ ഹറാം വ്യാപിക്കാൻ തുടങ്ങി. ഇസ്ലാമിക മൗലികവാദം വ്യാപിക്കാൻ തുടങ്ങി. 2002 ഈ വഹബി സലഫി എന്ന് പറഞ്ഞ ലിറ്ററേച്ചർ ഉണ്ട്. ഇവരുടെ ഈ മതമൗലികവാദം ഇവിടെയൊക്കെ പഠിപ്പിക്കുമല്ലോ. അതായത് ഒരു മദനി മോഡൽ ഒരു ക്ലാസ്സുകൾ. അപ്പൊ ഈ ഒരു മദനി മോഡൽ ഇന്ത്യയിലൊക്കെ ഇതുണ്ട് ധാരാളം രീതിയിൽ. ഈ മദനി മോഡൽ ഇദ്ദേഹം തുടങ്ങി. ആരായി? മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന ആൾ തുടങ്ങി. അതാണ് ബോക്കോ ഹറാം 2002. ഇതിനൊരു നിർണായക വഴിത്തിരിവ് ഉണ്ടാകുന്നത് 2009. എങ്ങനെയാണ്? ഗവൺമെന്റുമായിട്ട് ഈ ബോക്കോ ഹറാം പോരാളികളെ ഏറ്റുമുട്ടാൻ തുടങ്ങി. 8000-ഓളം ബോക്കോ ഹറാം പോരാളികളെ ഹൂറികളുടെ അടുത്തേക്ക് അയച്ചു ഗവൺമെന്റ്. പക്ഷേ മുഹമ്മദ് യൂസഫിനെ പിടിക്കപ്പെട്ടു, കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരു തലവൻ വരുന്നത്. നമ്മൾ കണ്ടുകൊണ്ടായിരിക്കും തലവനെ പറ്റി. അബൂബക്കർ എന്ന് പറയുന്ന തലവൻ. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന തലവനാണത്, അബൂബക്കർ എന്ന് പറയുന്നത്. അതിപ്പോൾ 2009 മുതൽ 2015 വരെ ഈ ഒരു ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതിഭീകരമാണ്. കളഞ്ഞ ഒരു തീവ്രവാദി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു തീവ്രവാദിയാണ്. അതായത് ഈ വളരെ ചെറിയ കുട്ടികളെ എടുക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് കൊടുക്കാതെ പറഞ്ഞാൽ നമുക്ക് ഈ പടങ്ങൾ ഇന്റർനെറ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ISIS മോഡൽ, അൽഖയ്ദ മോഡൽ രീതിയിൽ ഇവരെ ചാവേറുകളായിട്ട് വളർത്തിയെടുക്കുക, സൂയിസൈഡ് ബോംബുകളായിട്ട് വളർത്തിയെടുക്കുകയാണ്. എന്തിനാണ് ഇവർ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോയി പൊട്ടിത്തെറിക്കുക, ക്രിസ്ത്യൻ പള്ളികളിൽ പോയി പൊട്ടിത്തെറിക്കുക, ക്രിസ്ത്യൻ ഗ്രാമങ്ങളിൽ പോയി പൊട്ടിത്തെറിക്കുക, ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വിനോദം എന്ന് പറയുന്നത്. ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുക, അവരുടെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുണ്ടായ ഒരു സംഭവം, നിർണായകമായ സംഭവം എന്ന് പറയുന്നത് 2013, അതായത് ഹമാസ് ഇപ്പൊ പിടികൂടി കൊണ്ടുപോയില്ലേ കുറച്ച് ആൾക്കാർ, ഒക്ടോബർ 7 പോലെ അവിടെ ഉണ്ടായ ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. 2013 276 പെൺകുട്ടികളെ അവിടുത്തെ ഒരു സ്കൂളിൽ പരീക്ഷ നടക്കുകയാണ്. ആ സ്കൂളിൽ അബൂബക്കറിന്റെ നേതൃത്വത്തിലുള്ള ഈ ബൊക്കോ ഹറാം പോരാളികൾ അവിടേക്ക് ചെല്ലുന്നു, ഈ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നു. 276. ഈ സ്കൂളിന് ഒരു മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. ബോക്കോ ഹറാമിന്റെ ഒരു ഉണ്ടാകാമെന്ന്. അങ്ങനെ അവര് നിർത്തി വെച്ചിരിക്കുകയാണ്, സ്കൂള് നിർത്തി വെച്ചിരിക്കുന്നു. പക്ഷെ ആനുവൽ എക്സാം നടത്തണ്ടേ, സ്കൂൾ മുന്നോട്ട് പോകണ്ടേ, വിദ്യാഭ്യാസം മുന്നോട്ട് പോകണ്ടേ. അതിന് ഈ ആനുവൽ എക്സാം നടത്താൻ വേണ്ടി ഫിസിക്സ് പരീക്ഷയുടെ എക്സാം നടത്താൻ വേണ്ടി ഫിസിക്സ് പരീക്ഷയുടെ ആ ദിവസമാണ് ഇവർ വരുന്നത്. ഡോർമെട്രികൾ തകർത്ത്, കെട്ടിടങ്ങൾ തീയിട്ട്, ഈ പെൺകുട്ടികളെ വലിച്ചഴിച്ചുകൊണ്ട്, മുടുക്കി പിടിച്ചുകൊണ്ട് വലിച്ചഴിച്ച് ട്രക്കുകളിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. നമ്മൾ ഒക്ടോബർ 7 ഇവരെ ഹമാസ് ജൂതന്മാരെ കൊണ്ടുപോയതുപോലെ. അപ്പോൾ എന്നിട്ട് ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായിട്ടുള്ള പീഡനമാണ് ഈ കുട്ടികൾ ഇന്ന് ഏറ്റുവാങ്ങാൻ പോകുന്നവരുടെ കയ്യിൽ നിന്ന്. 2014 തന്നെ കൊണ്ടുപോകുമ്പോൾ തന്നെ കുറച്ച് കുട്ടികൾ ട്രക്കിൽ നിന്നൊക്കെ ചാടി രക്ഷപ്പെട്ടു. ചിലർ കാട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത്.
ഈ കാട്ടിൽ നിന്ന് കുറേ പേര് രക്ഷപ്പെട്ടു. പിന്നെ ഈ കൊണ്ടുപോയ ട്രക്കിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ക്രിസ്ത്യൻ കുട്ടികളായിരുന്നു. എങ്കിലും മുസ്ലിം കുട്ടികളില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് മുസ്ലിം കുട്ടികൾ ഇതിനകത്തുണ്ടായിരുന്നു. ഈ ക്രിസ്ത്യൻ കുട്ടികൾ തന്നെ രക്ഷപ്പെടുന്നത് തന്നെ പല ഘട്ടത്തിലായിട്ടാണ്. 2016, 21, 23 ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് 16ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടികളാണെന്ന് ലോകം പോലും കണ്ടിട്ടില്ല നേരെ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ബൊക്കോ ഹറാം എന്ന് പറയുന്നത് ഈ ബന്ദികളെ ഒരു സർക്കാരുമായിട്ട് വിലപേശാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി. ഇതെവിടെയെങ്കിലും സാമ്യം തോന്നുന്നോ ഈ ഒരു കാര്യം? ഹമാസ് അത് തന്നെയാണ്. അവിടെ ഹമാസിന്റെ അതേ ഒരു മോഡൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഘട്ടത്തിൽ തീവ്രവാദികളെല്ലാം ഒരേ അമ്മയുടെ മക്കളായിരിക്കും, പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദം. അവരുടെ അടിസ്ഥാന ചിന്താഗതി സെയിം ആണല്ലോ. ഒരു ഘട്ടത്തിൽ 82-83 കുട്ടികളെ ഗവൺമെന്റ് സേനയ്ക്ക് തിരികെ ഇവർ നൽകുന്നുണ്ട്, ബോക്കോ ഹറാം നൽകിയിട്ട്. അപ്പോൾ ബാക്കി കുട്ടികൾ എവിടെ പോയി അറിയില്ല. കുട്ടികൾ എവിടെ പോയെന്ന് അറിയത്തില്ല. ഈ സ്കൂളിൽ അവിടുത്തെ PTA പോലെ, പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പോലുള്ള ഏജൻസികൾ പറയുന്നത് 82 മുതൽ 92 കുട്ടികൾ മിസ്സിംഗ് ആണ് ഇപ്പോഴും. ഇവർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അതായത് ഇസ്രായേൽ 253 വരെ ഇസ്രായേലികളെ പിടിച്ചോണ്ട് പോയിട്ട് തിരിച്ച് കൊണ്ടുവന്ന 20 or 25 അല്ലേ. അപ്പോൾ അവർ പറഞ്ഞില്ലേ ബാക്കി എവിടെ പോയെന്ന് അറിയില്ല, ലോകത്തിന് അറിയത്തില്ല എന്ന് പറയുന്ന പോലെ 276 പെൺകുട്ടികളിൽ 82 മുതൽ 92 വരെ കുട്ടികളെ കാണാനില്ല. അപ്പോൾ ഈ കുട്ടികളെ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഇനി ഈ സർവൈവേഴ്സ്, തിരിച്ചു വന്ന അതിജീവിതകളുണ്ടല്ലോ കുട്ടികൾ, അവർ പറയുന്ന വിവരണങ്ങളാണ് നമ്മൾ ഞെട്ടിക്കുന്നത്. അതായത് ഇവരുടെ ഒരു പ്രധാന വിനോദം എന്ന് പറയുന്നത് റേപ്പാണ്. അതായത് ചായ കുടിക്കാൻ പോകുന്ന പോലെയാണ് നിനക്ക് റേപ്പ് ചെയ്യുന്നത് ആ കുട്ടികളെ. അതായത് കന്യാകത്വം എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ വലിയൊരു കാര്യമാണ്. ഈ ആഫ്രിക്കൻ കുറച്ചും കൂടെ ഇതാണല്ലോ, പാരമ്പര്യവാദികൾ അങ്ങനത്തെ ഒരു രാജ്യമാണ്. അവിടെ കന്യാകത്വത്തിന് വലിയ പ്രാധാന്യം ഉള്ളത് കൊണ്ട് ഒരു പെൺകുട്ടിയുടെ, അത് ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ കന്യാകത്വത്തിന് അതിക്രൂരമായി കന്യാകത്വം അപഹരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ശിക്ഷയായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഈ കുട്ടികൾ 1, 2, 3 തവണയൊക്കെയാണ് പ്രസവിക്കുന്നത്. ഒരു ഗ്യാപ്പില്ലാതെ പ്രസവിക്കുമെന്ന് പറയും, ആ രീതിയിലാണ് പ്രസവിക്കുന്നത്. അതായത് ഈ നമ്മൾ മനസ്സിലാക്കുന്ന ക്രിസ്ത്യൻ കുട്ടികൾ തട്ടമിടാറില്ലല്ലോ. ഇവർ കൊണ്ടുപോകുന്ന ആ ചിത്രങ്ങളുണ്ട്. കൊണ്ടുപോകുന്ന സമയത്ത് അതിന് മുന്നേയൊക്കെ ഇവർക്ക് തട്ടമില്ലാത്ത കുട്ടികളാണ്. പിന്നീട് കാണുന്ന ഈ തട്ടമിട്ടുകൊണ്ട് ദുആ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടായിരിക്കാം? അങ്ങനെ മതം മാറിയാൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ക്രൂരതകൾ കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ. മുസ്ലിം സ്ത്രീ ആയി കഴിഞ്ഞാൽ അത്രയേറെ ക്രൂരത, മറ്റേത് ക്രിസ്ത്യാനിയാണെന്നുള്ള ദേഷ്യവും കൂടെ ഉണ്ട്, അത് കുറയും എന്നുള്ളൊരിതിൽ അവരങ്ങനെ മാറുകയാണ്. കോൺസ്റ്റന്റ് റേപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് എന്നിട്ട് ഈ സ്ത്രീകളെ മുസ്ലിമാക്കി മാറ്റിയ ഈ സ്ത്രീകളെ ആർക്ക് വിവാഹം ചെയ്ത് കൊടുക്കും? പോരാളികൾക്ക്, ഈ ബോക്കോ ഹറാം പോരാളികൾക്ക് ഒരു സമ്മാനം പോലെ കൊടുക്കുകയാണ്. മനസ്സിലായി? ഇതാണ്. അപ്പൊ ഈ കാട്ടിനുള്ളിൽ ഇതിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം, ഈ കാട്ടിനുള്ളിൽ എങ്ങനെയാണ് ഇവർ പ്രസവിച്ചത്, ഈ കുട്ടികൾ പ്രസവിച്ചത് എന്നുള്ളതാണ്. ഒരു മെഡിക്കൽ എയ്ഡും ഇല്ലാതെ അത് രക്ഷപ്പെട്ടു വന്ന കുട്ടികൾ പറയുന്ന വിവരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. കാരണം ഈ അംബ്ലിക്കൽ കോഡ് ഉണ്ടല്ലോ, ഈ കുട്ടി അമ്മയായിട്ട് കണക്ട് ചെയ്യുന്ന, അത് കട്ട് ചെയ്യുന്നതെല്ലാം കൂർത്ത എഡ്ജസ്റ്റ് ഉള്ള ഈ പാറക്കഷ്ണങ്ങൾ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാരണം ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ ബ്ലീഡിങ് കാരണം തന്നെ പല കുട്ടികളും മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും സർവേ പറയുന്നുണ്ട്. ഈ ബ്ലീഡിങ് മാറ്റാൻ ഈ കാട്ടിലെ ചില ഇലകളും പച്ചിലകളും ഒക്കെ വെച്ചിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഈ ബ്ലീഡിങ് ഇവർ നിർത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? വീണ്ടും അടുത്ത ഉപയോഗിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മാനുഷിക പരിഗണനയെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഈ കുട്ടികളുടെ അലർച്ചയും ബഹളവും വേദനയൊക്കെ കൊണ്ട് ഒരു അനസ്തേഷ്യം ഇല്ല എന്നുള്ള കാര്യം നോക്കണം. ആ കാട്ടിലെ ഈ ശബ്ദങ്ങൾ കൊണ്ട് നിറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ട്രോമയിൽ കിടക്കുന്ന കുട്ടികളാണ് വീണ്ടും പ്രസവിക്കുന്നത് 2-3 തവണയൊക്കെ. അപ്പോൾ ഈ ബോക്കോ ഹറാമിന്റെ ഈ ജിഹാദി വഹാബി ഇവരുടെ ഒരു പരിപാടി, ഇതാണ് ഇവരുടെ ഒരു മെയിൻ പരിപാടി. ഇവരെല്ലായിടത്തും ഹമാസ്. അപ്പം നമ്മൾ വിചാരിക്കും ഹമാസ് ഒക്കെ എത്ര ഭേദം എന്ന് വിചാരിക്കും. അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ 48 കൊണ്ടുപോയി 253 വരെ പീഡിപ്പിച്ച കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? കുഞ്ഞുങ്ങളെ തെറ്റിപ്പിച്ചതും എല്ലായിടത്തും ഇത് തന്നെയാണ്. ഹമാസിന്റെ മുഖം ഇത് തന്നെയാണ്. ഈ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ എല്ലായിടത്തും ഉള്ള ഒരു മുഖം ഇത് തന്നെയാണ്, ഈ ഭീകരത അല്ലെങ്കിൽ കാടത്തം എന്ന് പറയുന്നത്. ISIS യസീദി സ്ത്രീകളോട് കാണിച്ചൊക്കെ നമുക്കറിയാം. കൊണ്ടുപോയി നഗരമധ്യത്തിൽ കൊണ്ടുപോയി വിലപേശി ലൈംഗിക അടിമകളാക്കി വിൽക്കുന്ന ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതും. 2015 ഈ ബോക്കോ ഹറാം ISIS അലയൻസ് ഉണ്ടായി. നമ്മൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അവിടെ അത് ഈ അബൂബക്കർ ഇരിക്കുന്ന സമയത്താണ് ഈ അലയൻസ് ഉണ്ടാകുന്നത്. ഇത് ലയനം നടന്നിട്ട് പേരൊക്കെ ഇവർ മാറ്റുന്നു. ഇതൊരു ആഗോള ജിഹാദി മൂവ്മെന്റ് ആയിട്ടൊക്കെ തോന്നുന്നു. നമുക്ക് മൊത്തം ഇങ്ങനെ എല്ലാ രാജ്യവും ആ പ്രദേശത്തുള്ള നേരത്തെ പറഞ്ഞ കുറച്ച് രാജ്യങ്ങളുണ്ട്, നൈഗർ, ഷാഡ് എന്നൊക്കെ പറഞ്ഞു, എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളും ഇങ്ങനെ ജിഹാദി ഇതിൽ കൊണ്ടുവരണം എന്നുള്ള. അപ്പൊ ഇത് പക്ഷേ സംഭവിച്ച അടുത്ത വർഷം 2016 സ്പ്ലിറ്റായി, തമ്മിലടിയായി. ഹമാസ് ഫത്ത ഉണ്ടായത് അറിയാലോ എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ അതേ മോഡൽ തന്നെ അതാ പറയുന്നത്, എല്ലായിടത്തും ഇസ്ലാമിക ഭീകരവാദത്തിന് ഒരേ മുഖമാണുള്ളത്. ഇവര് 2 ഇതായിട്ട് സ്പ്ലിറ്റ് ആവും. കാരണം അവസാനം എല്ലാത്തിനെയും കൊന്നു തീർത്തിട്ട് ഇവരെ തമ്മിലടിച്ചാവും. ഇതാണ്
മനസ്സിലായോ? അതാണ്. അപ്പൊ ഈ മോഡൽ എല്ലായിടത്തും റിപ്പീറ്റ് ആവണം നമുക്ക് കാണാൻ പറ്റും. ഈ ഹമാസ് ഫത്ത മോഡലിൽ വരുന്നു. ഇത് രണ്ടാകുന്നു. 2016 അബൂബക്കർ കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെട്ടതാണ് ഏറ്റവും വലിയ കോമഡി. അതായത് ISIS ഈ ISIS ബോക്കോ ഹറാമും ബോക്കോ ഹറാമിന്റെ തലവനാരെന്നറിയാമോ? ഈ പഴയ മുഹമ്മദ് യൂസഫിന്റെ മകൻ. ഈ ഒറിജിനൽ ബോക്കോ ഹറാമിന്റെ തലവനാണ് ഇവിടുത്തെ നമ്മുടെ ഈ അബൂബക്കർ. ഇവർ ഈ ISIS ബോക്കോ ഹറാമാണ് കൂടുതൽ പ്രബലം. അവർക്ക് കൂടുതൽ ആയുധങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇവർ മറ്റേ ഒറിജിനൽ ബോക്കോ ഹറാമിനെ വേട്ടയാടാൻ തുടങ്ങി. ഒടുവിൽ അബൂബക്കറിനെ ട്രാക്ക് ചെയ്ത് അബൂബക്കറിന്റെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. അപ്പൊ അബൂബക്കറിന് മനസ്സിലായി പിടി വീഴുന്നു. സ്വിച്ച് ആക്കി പൊട്ടിത്തെറിച്ചു. ഈ സ്വിച്ച് എപ്പോഴും കൊണ്ട് കിടക്കുകയായിരുന്നു. ഈ മറ്റേ തമിഴ് പുലികൾ സൈനൈഡ് കൊണ്ട് കിടക്കുന്ന പോലെ ഇദ്ദേഹം ബോംബ് അരയിൽ കെട്ടിവെച്ച് സ്വിച്ച് ഇട്ട് കൊടുത്തു, പൊട്ടിത്തെറിച്ചു. അങ്ങനെയാണ് ഇദ്ദേഹം മരിച്ചത്. അപ്പോൾ 2021 എന്താണ് ഈ മുഹമ്മദ് യൂസഫിന്റെ മകനെയും കാണാനില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പുതിയ തലവൻ വന്നു, അവനും പൊട്ടിത്തെറിച്ചാണ്. അത് കഴിഞ്ഞ് പുതിയ തലവൻ വന്നു എന്ന് പറയുന്നു. ഇത് എന്തായാലും ഇവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നമ്മൾ കാണുന്ന വാർത്ത അതാണ്. ഈ ക്രിസ്ത്യൻ ഗ്രാമങ്ങൾ ആക്രമിക്കുക, അവിടുത്തെ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോവുക. 10,000 ക്രിസ്ത്യൻ ആളുകൾ ഒരു വർഷത്തിൽ തള്ളിയത്. 10,000 ക്രിസ്ത്യാനികളെയാണ് ഒരു വർഷത്തിൽ കൊന്നു തള്ളിയത്. മൃതദേഹങ്ങൾ നമ്മൾ ഫോട്ടോയിൽ കണ്ടുപിടിക്കും, നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുന്ന ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആ ഫോട്ടോ കണ്ടിട്ട് ഇവിടെ പലരും ചോദിച്ചത് എന്താണ്, നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടോ? പാലസ്തീനിൽ മാത്രമേ നിങ്ങൾക്ക് മനുഷ്യത്വം ഉള്ളൂ? മുസ്ലിം ഇരയാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനുഷ്യത്വം ഉള്ളൂ എന്നൊക്കെ ചോദിച്ചത്. മുസ്ലിമിനെ കൊന്നു തള്ളിയാലോ മുസ്ലിം വേട്ടക്കാരനാവുമ്പോഴോ ഇവർക്ക് ഇതില്ല, ശബ്ദം പൊങ്ങില്ല. ബോക്കോ ഹറാം എന്ന് പറയുന്നത് ഇപ്പൊ പറയുന്ന 2 അവിടെ ഉണ്ട്. 2 ബോക്കോ ഹറാം അവിടെയുണ്ട്. അതിൽ 2025 എസ്റ്റിമേറ്റ് പ്രകാരം കേരളത്തിന്റെ അത്രയുള്ള ഒരു പ്രദേശം ഇവർ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. ഈ നൈജീരിയയ്ക്കുള്ളിൽ കേരളത്തിന്റെ അത്രയും വലിപ്പമുള്ള പ്രദേശം. അതിൽ ഇവർക്ക് ആയുധങ്ങളുണ്ട്. ഇവർ റെയ്ഡ് നടത്തും. ഈ വീരപ്പനൊക്കെ പണ്ട് കാട്ടിൽ ഓരോ ഗ്രാമങ്ങളിൽ കയറി ചെയ്യുന്ന റെയ്ഡ് നടത്തും. സൂയിസൈഡ് ബോംബിങ്, പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോവുക, ഇതൊക്കെ തകൃതിയിട്ടാണ് നടക്കുന്നുണ്ട്. ഒറിജിനൽ ബോക്കോ ഹറാം പക്ഷേ ക്ഷയിച്ചു തുടങ്ങി. അവർക്ക് 2016 ശേഷം അവരുടെ കൊലപാതകങ്ങൾ കുറച്ച് കുറഞ്ഞു വരുന്നെങ്കിലും ഈ ISIS ബോക്കോ ഹറാം കൂടുതൽ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ്. 2009 മുതൽ 2021 വരെ മാത്രം 50,000 മുതൽ 55,000 പേരെ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. യുദ്ധം കൊണ്ടല്ല ഇത്, ശ്രദ്ധിക്കണം. മിസൈൽ വിട്ടിട്ടല്ല, ബോംബിംഗ് കൊണ്ടല്ല, നേരിട്ടല്ലാതെ കൊല്ലുന്ന കൊലപാതകങ്ങളെ പറ്റിയാണ് പറയുന്നത്. ടാർഗറ്റ് കില്ലിങ്, വ്യക്തികളെ. അപ്പോൾ ഈ മുസ്ലിം പ്രസിഡന്റും ഇപ്പം മുസ്ലിം വൈസ് പ്രസിഡന്റുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി, അതായത് ഈ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പോരാടാൻ ഒരു മിലിറ്റന്റ് ശക്തിയില്ല. അതായത് ഈ ഇസ്രായേലിലെ സയണിസ്റ്റുകളോ അങ്ങനെ ഉള്ളതുപോലെ ഒരു ശക്തി അവരതിൽ വിശ്വസിക്കുന്നില്ല. അവർ ചർച്ച ഒന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ സായുധ വിപ്ലവം നടത്തണം, അങ്ങനെ അവരിത് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഇവരെ കൂടുതൽ ഇരകളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. 2009 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ യുനിസെഫ് UNDP പറയുന്ന പുറത്തുവിട്ട കണക്കുകൾ ചേച്ചി നേരത്തെ പറഞ്ഞ 3,24,000 കുട്ടികൾ 5 വയസ്സിൽ താഴെയുള്ള, അത് അൽ ജസീറ പോലും അവർക്ക് പുറത്തു പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അൽ ജസീറ പോലും പുറത്തു പറയേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് ഒരു എന്താണ്, അവർക്കത് പറയേണ്ടി വന്നു പറയുമ്പോൾ അതിന്റെ അവസ്ഥ നമുക്ക് എത്രത്തോളമാണെന്ന് മനസ്സിലാവും. ഈ പട്ടിണി മരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗാസയിൽ പറയുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പട്ടിണി മരണമാണ്, അറിയാലോ. ഇപ്പൊ അവിടെ വാർത്ത വന്നല്ലോ 3 മാസത്തേക്കുള്ള ഫുഡ് അവിടെ ഉണ്ടെന്ന്. ട്രക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നൈജീരിയയിലെ കുട്ടികൾക്ക് അങ്ങനത്തെ ഭാഗ്യമില്ല. അവരെ അങ്ങനെ പട്ടിണി കാരണം അങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബോക്കോ ഹറാമിലെ കുട്ടികളെ കൊല്ലാനായിട്ടുള്ള ഇവർ എക്സ്പേർട്സ് ആണ്. ഈ ബോക്കോ ഹറാം എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടികളെ കൊല്ലാനുള്ള എക്സ്പേർട്സ് ആണ്. ഈ ഇറച്ചി മാടുകളെ വെട്ടുന്ന പോലെ കൊന്നുകളും. സ്ത്രീകൾ എന്ന് പറയുന്നത് കൃഷിയിടമാണ്. നമ്മളിവിടെ ഇസ്ലാം മത വിമർശകർ പറയുമല്ലോ കൃഷിയിടം, സ്ത്രീ കൃഷിയിടം എന്നാണ് ഖുറാനിലുള്ളത്. അവർ പറയും കൃഷിയിടം എന്നുള്ളത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്, അതിന് മറ്റർത്ഥങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് പറയും. പക്ഷെ അവർക്കിത് കൃഷിയിടമാണ്. അവരങ്ങനെയാണ് സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നത്, അടിമയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് നമുക്കറിയാം. ഈ ഹമാസിന് വെള്ളം അയച്ചു കൊടുത്ത, പാലസ്തീനിന് വെള്ളം അയച്ചു കൊടുത്ത് ഇവിടെ ഫേമസ് ആയ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കൊച്ചി വഞ്ചി സ്ക്വയറിൽ വന്നിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സ്ത്രീകളുണ്ടായിരിക്കും. ഇവർക്ക് എല്ലാവർക്കും തന്നെ, ഇവരെല്ലാവരും ഈ പറയുന്ന ഹമാസിന്റെ അടുത്ത് പോയാലും ഇവരെ ലൈംഗിക അടിമയായിട്ട് മാത്രമേ ഇവർ ട്രീറ്റ് ചെയ്യുള്ളത്. അതൊക്കെ ഇന്ത്യയുടെ ജനാധിപത്യ സുന്ദരമായിട്ടുള്ള ഇന്ത്യക്കകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ മാത്രമേ ഇവർക്ക് ഈ പറയുന്ന പൊല്ലാപ്പ് ഇതൊക്കെ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും. അതായത് ഇവിടെ നിന്ന് നമുക്ക് ആർക്ക് വേണ്ടിയും ശബ്ദം ഉയർത്താം. പക്ഷെ ഈ ശബ്ദം ഉയർത്തുന്നതൊക്കെ ചെന്ന് നൈജീരിയയിലെ മറ്റേ മുസ്ലിം ഭീകരവാദികളെ അടുത്തും മതഭീകരവാദികളുടെ അടുത്ത് ഈ ഹമാസിന്റെ അടുത്തൊക്കെ ഒന്ന് ചെല്ലണം. ഹമാസ് പോരാളികളാണോ അതോ എന്താ പറയുക പീഡന വീരന്മാരാണോ എന്നൊക്കെ സ്ത്രീകളെ എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ പറ്റും. ഈ 3,24,000 പിള്ളേരെ പേരൊന്നും വായിക്കാൻ അവരെ കൊണ്ട് കഴിയൂല. കാരണം അത് ക്രിസ്ത്യൻ കുട്ടികളല്ലേ. അവര് ചത്താലെന്ത്, ജീവിച്ചാലെന്ത്, അവര് തിന്നാലെന്ത്, പീഡനത്തിന് ഇരയായാലെന്ത്, അവരെ കൊന്നാലെന്ത്, അവരെ കൊന്ന് തിന്നാലെന്ത്, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം വേട്ടക്കാരൻ ഇസ്ലാമാണ്. ഇസ്ലാമിനെതിരെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇസ്ലാമിനെതിരെ മിണ്ടാൻ പറ്റൂലല്ലോ. ഇസ്ലാമിനെ ഇങ്ങനെ കെട്ടി സൂക്ഷിക്കുന്ന
കുറെ ആളുകളുണ്ട്. ഇതിൽ കുറെ പാട്ടുകാരടക്കമുണ്ട്. ഇവരുടെ ഒന്നും പാട്ട് പോലും ആളുകൾ ബഹിഷ്കരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിൽ വരുന്ന സിനിമ പിന്നെ എന്താ പറയാ, ഒരു പ്രത്യേക വിഭാഗത്തിനോട് മാത്രം സ്നേഹം, അതെ, അങ്ങേയറ്റത്തെ കപടത മാത്രം കൊണ്ട് നടക്കുന്ന ചില സിനിമാ നടികളെയും ചില പാട്ടുകാരികളെയും ഒക്കെ പാട്ടുകാരന്മാരെയും എല്ലാം എന്താ നമ്മൾ അവഗണിച്ച്, പുച്ഛത്തോടെ അവഗണിച്ച് ഇവരെ ഒന്നും കലാസൃഷ്ടികളെ പോലും നമ്മൾ അംഗീകരിക്കരുത് എന്നുള്ളതാണ്, പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്.